ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കൂടെ കുടിക്കോ, നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബൈ ദ ബൈ, അവിടെ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സർപ്രൈസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഹിം അല്ലേ? Surprise is based on him. Him. Not him. Everybody? Yes. This is the surprise. നമുക്ക് ആ സർപ്രൈസ് ഒന്ന് കാണിച്ചാലോ? Yes, of course. ഈ ബോക്സ് എടുത്ത് വെക്കണം. ബോക്സിന്റെ കൊടുക്കണം $1 million. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. അതായത് ചേട്ടനെ ബേസ് ചെയ്തിട്ടല്ല, മൊത്തത്തിലെല്ലാവർക്കും. എന്റെ പൊന്നെ, This is the one. Yes, this is the one. This is the one. എന്നിട്ടാ പാട്ട് പാട്ട് പാടാൻ അറിയണില്ല. മറ്റെന്തിട്ട് ദിസ് ഈസ് ആഫ്രിക്ക അത് എന്റെ വേറൊരു പാട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ലാ 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 ലാ. ഇത് ചെറുതാണ്, ഞാൻ കുറച്ചുകൂടി വലിപ്പം പ്രതീക്ഷിച്ചു. ഇത് പിള്ളേർ കളിക്കാൻ പോടാ. ഫിഫ ഇപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പിന്റെ ബോളാണ്. ബോളിന്റെ പേരാണ് ട്രയോണ്ട. ഇത് മിനി ബോളാണ് കേട്ടോ, മിനി ബോളാണ്. ശരിക്കുള്ള ഫുട്ബോളല്ല, ഇത് മിനി ബോളാണ്. ചെറുത്. വലിയ ബോളിന് വില കൂടുതൽ. അപ്പൊ ചെറിയ ബോളിനെ പേടിച്ച് കണ്ടപ്പോൾ കൗതുകം തോന്നി. ഇനി ഇത് ഇവിടെ ഇങ്ങനെ എന്താ പറയാ ഷോക്കേസിൽ ഇരിക്കുന്നുണ്ടാവും. La 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 la. വേൾഡ് കപ്പിന്റെ ആവേശം. ബ്രസീൽ. ഞാൻ അർജന്റീനയാണ് ഗൈസ്. ഐ ആം അർജന്റീന. ഐ ആം ബ്രസീൽ. നോ, ഐ ആം അർജന്റീന. കാണാൻ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എംബാപ്പെ ഏത് ടീമിലാ? എംബാപ്പെ ഈസ് ഫ്രാൻസ്. അപ്പൊ എംബാപ്പെ ചേട്ടൻ എന്താ വിചാരിച്ച ഫുട്ബോളിനെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ലെന്നാണോ? അങ്ങനെയല്ല ഗൈസ്, എനിക്കറിയാം, കുറച്ചൊക്കെ അറിയാം. എനിക്ക് മെസ്സിനെയും എംബാപ്പേനെയും ഇഷ്ടം. അപ്പൊ അവരറിയോ നടത്തും. ഇതാണ് പ്രസിദ്ധ ബോളിന്റെ പേരാണ് എന്താണ്? ട്രയോണ്ട പേര്. അപ്പൊ ഇത് കണ്ടപ്പോ ഇത് മിനി ബോളാണ്. ശരിക്കുള്ള ബോളെല്ലാം മിനി ബോൾ കണ്ടപ്പോ ഞാനങ്ങ് പൊക്കി. മിനി ബോൾ ഇത്തിരി വില കുറവാണ്. അപ്പൊ എന്തായാലും വേൾഡ് കപ്പ് ഒക്കെ വരാൻ പോകില്ല. അതിന്റെ ആവേശം വാനോളം ഉയരട്ടെ. അർജന്റീന എന്തായാലും ഇവിടെ അടിപൊട്ടും. ബ്രസീൽ അർജന്റീനയും കൂടിയിട്ട്. പക്ഷെ എന്റെ അണ്ണൻ വേറെ ടീമിലാണ് കളിക്കുന്നത്. പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ. നിങ്ങൾ ഇത് കാണുക. പക്ഷെ ഞാൻ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഒരാൾ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന വേൾഡ് കപ്പ് നീല മൈ ഫേവറേറ്റ് കളറാണ്. നീല മൈ ഫേവറേറ്റ് കളറാണ്. പക്ഷെ ഫുട്ബോളിൽ ഞാൻ ബ്രസീൽ. പിന്നെ അത് മാത്രമല്ല, മെസ്സിനെ എനിക്ക് ഇഷ്ടം. മെസ്സിനെ എനിക്കും ഇഷ്ടം. പക്ഷെ മെസ്സി ഈസ് എ ഗ്രീൻ ഫ്ലാഗ്. റിയലി ഗ്രീൻ. അത് ശരിയാ. ഫുട്ബോൾ അറിയാം. ഫുട്ബോൾ കളി കാണുന്ന ഒരു ശരാശരി പെമ്പിള്ളേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മെസ്സി ഈസ് എ ഗ്രീൻ ഫ്ലാഗ്. ബ്രസീൽ പ്രാവശ്യം കപ്പെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡോൺ കാർലോയുടെ ശിക്ഷണത്തിലാണ് പിള്ളേര് വരുന്നത്. നെയ്മർ കളിക്കാനുണ്ട്. അയ്യോ ശരിപ്പോ ഒരു അടിപൊട്ടും മെസ്സിയാ. പക്ഷെ മെസ്സി അർജന്റീന കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരാണ്. ഐ റെസ്പെക്ട് ദാറ്റ്. പക്ഷെ ഇപ്രാവശ്യം അവർ കപ്പെടുക്കില്ല. ഇപ്രാവശ്യം നമ്മുടെ പിള്ളേര് കപ്പെടുക്കും. കാണാം. ആദ്യം തന്നെ ബ്രസീല് ദൈവമേ കാണണോരെന്നെ ചീത്ത വിളിക്കലോ. ആദ്യം ബ്രസീൽ ഔട്ടായി കഴിഞ്ഞ അർജന്റീനയുടെ എന്താ പറയാ ഔട്ടാകാൻ വേണ്ടി ബ്രസീലിന്റെ ഫാൻസ് ഒക്കെ കാത്തിരിക്കുന്ന ടീം ആദ്യം തന്നെ ഔട്ടായിപ്പോ. ഇത് കാണുന്ന ബ്രസീലൊക്കെ വന്നിട്ടുണ്ട്. ദൈവമേ കമന്റ്. ബ്രസീൽ കപ്പെടുക്കുന്ന ദുഃഖത്തോടു കൂടെ അർജന്റീനക്കാര് കാണിച്ചിട്ട് അർജന്റീനക്കാര് അർജന്റീന അമേരിക്കന്ന് ഞങ്ങൾക്ക് അപ്പം കൊണ്ടേ പോരും.
ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ വേൾഡ് കപ്പ് എന്ന് തുടങ്ങുന്നു? വേൾഡ് കപ്പ് തുടങ്ങുന്നു അതെ, 11-ാം തീയതി. യെസ്, 11-ാം തീയതി നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങുകയാണ് ഗൈസ്. അപ്പോ എല്ലാവരും ആവേശത്തിലാണ്. എല്ലാ രാജ്യക്കാരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഇത്, ഫുട്ബോൾ. സോ ഭയങ്കര ആവേശമായിരിക്കും. ഇപ്പൊ ഇവിടെ UK-ലും നല്ല ആവേശമായിരിക്കും. UK-ലൊക്കെ ഒന്നും എന്താ പറയാ പറയാ വേണ്ട, എല്ലാവരും ഇപ്പൊ സമ്മറും കൂടി ആയ സ്ഥിതിക്ക് എല്ലാവരും ഇങ്ങനെ വീക്കെൻഡ്സും ആ സമയത്തൊക്കെ കളി ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ കൂടി കാണും. ഓക്കെ, ഒരു കാര്യം നോക്കാം. അർജന്റീന ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വ്യക്തി അർജന്റീനയുടെ കളി ഉറക്കം കാണൂ? അതെനിക്കറിയില്ല. എന്തേ? എനിക്ക് ഉറക്കം വന്ന പിന്നെ ഞാൻ ഉറങ്ങില്ലേ? അയ്യോ, അറിയണ പാടില്ല. അർജന്റീന ഇഷ്ടപ്പെടുന്ന വ്യക്തി ഉറക്കൊളിച്ച് കാണും. ബ്രസീലിന്റെ കളി വരുമ്പോൾ ഞാൻ എന്താ ഉറക്കൊളിച്ച് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടുത്തെ ടൈമിംഗ് ഒന്നുകൂടി നോക്കാണ്ട് എനിക്ക്. എനിക്ക് ടൈമൊക്കെ ഇതാണ്. ഉറക്കം ഒളിച്ച് കാണേണ്ട കളിയാണെങ്കിൽ ഉറക്കൊളിച്ച് കാണണം. അങ്ങോട്ട് കുറച്ച് നീങ്ങിരുന്ന് കളി കണ്ടോ? എനിക്കെന്നാ ഉറങ്ങണം. എന്റെ അർജന്റീനയുടെ കളി കാണൂ? അർജന്റീനയുടെ കളി കാണും. ആര് കാണും? അവിടുത്തെ കളി ഞാൻ കാണും. ഗാലറിയിൽ ഇരിക്കണല്ലോ? അല്ല, ഞാൻ കാണും. ഞാൻ കൂടെ ഇരിക്കേണ്ടി വരും. അത് കണ്ടാ മതി. അർജന്റീന തോക്കുന്നത് കാണണം. അർജന്റീന നോവേ. അർജന്റീന തോൽക്കില്ല, അർജന്റീന ജയിക്കും. അവസാനം അർജന്റീന കപ്പ് വീണ്ടും എടുത്ത് കൊണ്ടുപോകും. നോക്കിക്കോ. അപ്പൊ ബ്രസീലൊക്കെ വായം തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അവര് കപ്പ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ബ്രസീല് ശരിയായത്. ഇവിടുത്തെ കപ്പ്, ഈ കപ്പ് എവിടെ നിന്നു കണ്ടു? ലോകകപ്പാണല്ലോ. ഏത് കപ്പാന്ന് കാണാം. അപ്പോ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അർജന്റീനനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രസീൽ വേഴ്സ് അർജന്റീന. അപ്പൊ എനിക്ക് ഈ ബോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഇത് വെച്ച് ഇതാണോ അവര് കളിക്കണേ? അപ്പൊ ഈ ബോൾ വെച്ചിട്ടാണോ അവര് കളിക്കുക? ഇഷ്ടമുള്ള അപ്പം എല്ലാവരും അവരുടെ ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്, വേൾഡ് കപ്പിലെ രാജ്യം ഏതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനും പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രസീലാണ് ഫസ്റ്റ്. ബ്രസീൽ കഴിഞ്ഞിട്ട് ഇതുള്ളൂ. ലയണൽ മെസ്സിയുടെ അർജന്റീന സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് ഇവിടെ ഉണ്ട്. കുറേ പേരുണ്ട്, കേരളത്തിലൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ ടീമിനെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫുട്ബോളിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഈ എണ്ണം പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ സ്പെയിനുണ്ട്. സ്പെയിനിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുക. ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അവരും ഇംഗ്ലണ്ടിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. പിന്നെ വിട്ടുപോയ രാജ്യങ്ങളുണ്ട്. പിന്നെ ഇറ്റലി ഞാൻ അത്ര പറയാനുള്ളൂ. കപ്പ് എടുക്കാൻ അർഹരായവര് കപ്പ് എടുക്കാം. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവസാനം അർജന്റീന തോക്കാൻ പോകുമ്പോ തൊട്ടപ്പുറത്തുള്ള ടീമിനെ പിടിക്കരുത്. ഞാൻ പിടിക്കില്ല. അപ്പൊ എംബാപ്പയും വന്നാലോ? അയ്യോ, അത് ഭയങ്കര ടഫായിരിക്കും ഗൈസ്. എനിക്ക് അറിയില്ല. എനിക്ക് രണ്ടുപേരും ജയിക്കണമെന്നുണ്ട്. അപ്പൊ മെസ്സി തോക്കാൻ പോവാം. അപ്പൊ എംബാപ്പയ്ക്ക് ചാടില്ലേ? എനിക്ക് രണ്ടുപേരും ഇഷ്ടം. എനിക്ക് എംബാപ്പിനെയും മെസ്സിനെയും ഇഷ്ടം. എംബാപ്പി, ഞാൻ എംബാപ്പി വിളിക്കുക സ്നേഹത്തോടെ. എല്ലാവരും അവരുടെ ഇഷ്ട ടീമിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ പിന്നെ ഞാൻ വരാം കേട്ടോ. പിന്നെ നിങ്ങൾ വരാം. ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി മാച്ച് തുടങ്ങുമ്പോൾ ഫുട്ബോൾ തുടങ്ങണം. കഴിഞ്ഞ വട്ടത്തെ അത് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ കുറച്ച് ലെങ്ത് കൂടാതെ. ഇത് കഴിഞ്ഞ വട്ടത്തെ ഇവരുടെ എന്താ പറയാ ഇനോഗ്രേഷനിൽ നമ്മുടെ ജങ്കൂക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ജങ്കൂക്കിനെ അറിയുന്ന കുറെ പേരുണ്ടായിരിക്കാം. അടിപൊളി പാട്ടായിരുന്നു. എന്നിട്ടായിരുന്നു പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പാട്ടായിരുന്നു Look who we are the dreamers. നല്ല രസാ പാട്ട്. എനിക്ക് ഭയങ്കര. ജങ്കൂക്ക് എന്ന് പറയുന്നത് ഈസ് ഫ്രം BTS. ജങ്കൂക്ക് ഈസ് ഫ്രം BTS എടുത്ത ഒരു K-pop ആയിട്ടുള്ള ഒരു സിംഗറാണ് ആള്. K-pop. എന്റെ പൊന്നെ, ആ കഴിഞ്ഞ വട്ടത്തെ ഇനോഗ്രേഷന് മേബി കുറെ പേര് കണ്ടു കാണും. എന്ന് വെച്ചാൽ ജങ്കൂക്കായിരുന്നു വന്നത്. ഒരുവിധ ആൾക്കാരൊക്കെ ലോകകപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTS ഒന്നല്ല. ഇനാഗ്രേഷനിൽ കുറെ പേര് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജങ്കൂക്ക് കാരണമുണ്ടായിരിക്കും. ജങ്കൂക്ക് വന്നത് കൊണ്ടാണ് ഇത്രയും കുറച്ച് പേരെയും കണ്ടത്. പിന്നെ ലോകകപ്പിന് ജങ്കൂക്ക് വരണ കേൾക്കണ ഒരു അഭിപ്രായം പറയട്ടെ. ലോകകപ്പിന് കഴിഞ്ഞ ദോഹയിൽ നടന്ന ലോകകപ്പിന് എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ ഇത്ര 20 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകകപ്പ് വരുന്നത്. ആ വേൾഡ് കപ്പിനെ ഇത്രയും ഇനാഗുറേഷൻ ഇത്രയും പേര് വന്നത് ജങ്കൂക്കിനെ കണ്ടിട്ടാണ്. ലേഡീസ് കുറച്ചധികം ലേഡീസ് കൂടാൻ കാരണം അവിടെ ജങ്കൂക്ക് ഉള്ളതുകൊണ്ട്. ജങ്കൂക്കിന്
ഏത് ലോകകപ്പാണെങ്കിലും ഉദ്ഘാടനത്തിന് അവിടെ ആൾക്കാർ കൂടും. കാരണം അത് ലോകകപ്പാണ്, ഫിഫ ലോകകപ്പാണ്. അല്ലാണ്ട് ജങ്കുക്കിനെ കാണാൻ വന്നതല്ല. അതില് കുറച്ച് പെർസെന്റേജ് കൂടാനുണ്ടെങ്കിൽ അത് ജങ്കുക്ക് മേ ബി വന്നത് കൊണ്ടായിരിക്കും. കുറച്ച് പെർസെന്റേജ്. അപ്പൊ മനസ്സിലായില്ലോ ലോകകപ്പ്. ജങ്കുക്കിന് ഇഷ്ടമില്ലാത്തവരെ പറഞ്ഞിട്ട് എന്നിട്ട് കാര്യം അല്ലേ? ലേഡീസ് പറയൂ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബ്രസീൽ. ഓക്കെ.